നമസ്കാരം. മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം. എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും, സങ്കല്പലോകമല്ലേ ഈ ഉലകം എന്ന് ചങ്ങമ്പുഴ പാടിയത് വീണ്ടും ഓർത്തുപോയി ജനുവരി 23 ചന്ദ്രിക ദിനപത്രം കണ്ടപ്പോൾ. അയോധ്യയിലെ 450 വർഷത്തിലേറെ പഴക്കമുള്ള ബാബരി മസ്ജിദ് 31 വർഷം മുമ്പ്, അതായത് 1992 ഡിസംബർ 6 പൊളിച്ചെടുത്ത് രാമക്ഷേത്രം പണിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിൻ്റെ പ്രാൺ പ്രതിഷ്ഠാകർമ്മം നടത്തിയ കാര്യം ഒന്നാം പേജിൽ കൊടുക്കാത്ത ഏക ഇന്ത്യൻ പത്രം ചന്ദ്രികയായിരിക്കും. പാവം ചന്ദ്രികയ്ക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കും മുമ്പ് പാവം ലീഗിന് എന്താണ് പറ്റിയത്, അതിലേറെ സ്വർഗത്തിലേക്കുള്ള ഏണിപ്പടിയാണ് ലീഗിലുള്ള വിശ്വാസമെന്ന് ധരിച്ചു വശായ ലീഗ് അണികൾക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുന്നതാവും നല്ലത്. 5-ാം പേജിലെവിടെയോ ആരും കാണാത്ത വിധം ബാബരി ഭൂമിയിൽ ശ്രീരാമപ്രതിഷ്ഠ എന്നോ മറ്റോ ഒരു വാർത്ത ഒതുക്കി കൊടുക്കുന്നത് ആ പള്ളി തകർത്തതിൻ്റെ ചരിത്രവും അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ ചലനങ്ങളും വായനക്കാരെയും ലീഗ് അണികളെയും ഓർമ്മിപ്പിക്കേണ്ട എന്ന് വെച്ചിട്ട് തന്നെയായിരിക്കും. കാരണം പള്ളി പൊളിച്ചതിന് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവ് നരസിംഹറാവു നയിക്കുന്ന കേന്ദ്ര സർക്കാർ കൂട്ടുനിന്നു എന്ന വസ്തുത തിരിച്ചറിഞ്ഞ് 1992 കോൺഗ്രസിനെ മുത്തലാഖ് ചൊല്ലി UDF വിട്ട പാർട്ടിയാണ് ലീഗ്. ഇബ്രാഹിം സുലൈമാൻ സേട്ട് എന്ന ലീഗിലെ അധികായൻ ആ പാർട്ടി വിട്ട് INL എന്ന മറ്റൊരു പാർട്ടി രൂപീകരിച്ചു. ഇത് കോൺഗ്രസിൻ്റെ മൗനാനുവാദത്തോടെ സംഘപരിവാർ ബാബരി മസ്ജിദ് തകർത്തതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. നാണം കെട്ട് ലീഗ് UDFിലേക്ക് പിന്നീട് തിരിച്ചു ചെന്നു. കോൺഗ്രസ് അവരെ ഉമ്മറത്തേക്ക് സ്വീകരിച്ചിരുത്തുകയും ചെയ്തു. ഈ ചരിത്രമൊന്നും ഓർത്ത് ലീഗുകാരുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് ചന്ദ്രിക കരുതി കാണും. ആരും കാണാത്ത വിധം ആ വാർത്ത ചന്ദ്രിക ദിനപത്രം ഒരു മൂലയ്ക്ക് കൊടുത്തതിന് അതാവും കാരണം. പ്രാൺ പ്രതിഷ്ഠയെക്കുറിച്ച് പറയുമ്പോൾ ബാബരി മസ്ജിദിനെക്കുറിച്ച് പറയണം, അത് തകർത്തതിനെക്കുറിച്ച് പറയണം. അപ്പോൾ സ്വാഭാവികമായും അതിന് കൂട്ടുനിന്ന കോൺഗ്രസിനെ കുറ്റം പറഞ്ഞേ തീരൂ. ബാബരി മസ്ജിദ് തകർത്തതിലും അവിടെ രാമക്ഷേത്രം പണിയുന്നതിലും ആവേശം കൊള്ളുന്ന കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതാക്കളെക്കുറിച്ചും പറയണം. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ ആദ്യം പങ്കെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു, അതിനെ ലീഗ് ന്യായീകരിക്കേണ്ടി വന്നു. അതേ നാവ് കൊണ്ട് പോകേണ്ടെന്ന് തീരുമാനിച്ചതിനെയും ന്യായീകരിക്കേണ്ടി വരും. ആ വാർത്തയെ നോക്കിയാൽ എല്ലാം കഴിഞ്ഞല്ലോ. ഒന്നും കാണേണ്ട, ഒന്നും പറയേണ്ട, ഒന്നും ഓർമ്മിപ്പിക്കേണ്ട, സുഖം. ചന്ദ്രിക അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. ചന്ദ്രിക ചരിത്രം മറന്നെങ്കിലും ചന്ദ്രിക വരുത്തിയ പിഴവ് ഒരാൾ കണ്ടെത്തിയിട്ടുണ്ട്. ലീഗ് MP ET മുഹമ്മദ് ബഷീർ. പിഴവ് സംഭവിച്ചത് ചന്ദ്രികയ്ക്കല്ല, ലീഗിനാണെന്ന് ET സാഹിബ് മനസ്സിലാക്കാൻ അധികകാലമൊന്നും വരില്ലെന്ന പ്രതീക്ഷയാണ് മീഡിയ ഓഡിറ്റിനുള്ളത്. പ്രാൺ പ്രതിഷ്ഠയുടെ പിറ്റേന്ന് യുഗപ്പിറവി എന്ന മോഡിയുടെ പ്രഖ്യാപനം പ്രധാന വാർത്തയാക്കിയ മാധ്യമം പത്രത്തിൻ്റെ ഉടമകളായ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളൊന്നും തങ്ങളുടെ പിഴവ് ഏറ്റുപറയാൻ തയ്യാറായിട്ടില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർക്കണം. എങ്കിലും ചന്ദ്രികയെ എന്ന് തുടങ്ങുന്ന ചങ്ങമ്പുഴയുടെ ഈരടികളെ എങ്കിലും ദീപികയെ നമ്മൾ കാണും, സങ്കല്പലോകമല്ലേ ഈ ഉലകം എന്ന് മാറ്റിപ്പാടിയാൽ എങ്ങനെയിരിക്കും? ദീപിക എന്നാൽ നസ്രാണി ദീപിക എന്ന മലയാളത്തിലെ പുണ്യപുരാതന വർത്തമാന പത്രത്തിൻ്റെ തുടർച്ച തന്നെ. സത്യക്രിസ്ത്യാനികൾ ഇടയലേഖനം പോലെ പരിഗണിക്കുന്ന കത്തോലിക്ക സഭയുടെ വിശുദ്ധ വാറോല. സമീപകാലത്ത് BJPയിൽ രക്ഷ തേടിയ കാസ പോലുള്ള ക്രിസ്ത്യൻ മതമൗലികവാദ സംഘടനകളുടെയും ED അരമനവാതിൽ മുട്ടുന്നത് ഇടയ്ക്കിടെ പേടിസ്വപ്നം കാണുന്ന പുരോഹിതന്മാരുടെയും സ്വാധീനത്തിൽ BJP പക്ഷത്തേക്ക് ചായാൻ വെമ്മി നിൽക്കുന്ന പത്രം. മദർ യൂഫ്രാസിയ എന്ന യൂപ്രാസ്യമ്മയെ വത്തിക്കാനിൽ വിശുദ്ധയായി വാഴ്ത്തുന്ന ചടങ്ങിൻ്റെ വാർത്തയേക്കാൾ കേമമായി രാമക്ഷേത്രത്തിൻ്റെ പ്രാൺ പ്രതിഷ്ഠയെ ജനുവരി 23 ദീപിക പത്രം ഒന്നാം പേജിൽ വാഴ്ത്തി. ജനിച്ച കൊല്ലം നഗരത്തിലെ തങ്കശ്ശേരിയിലോ ജീവിച്ച തിരുവനന്തപുരത്തെ പാളയത്തോ ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടായിട്ടും സുരേഷ് ഗോപി എന്ന BJP നേതാവ് തൃശ്ശൂർ ലൂർദ് പള്ളിയിലെ മാതാവിനാണ് സ്വർണ്ണ കിരീടം ചാർത്തി കൊടുത്തത്, അതും മകളുടെ കല്യാണത്തലേന്ന്. കിരീടം സമ്മാനിച്ചതോടെ തൃശ്ശൂർ മണ്ഡലത്തിലെ സകല ക്രിസ്തുമത വിശ്വാസികളുടെയും വോട്ട് BJP സുരേഷ് ഗോപിയും ഏതാണ്ട് ഉറപ്പാക്കിയതാണ്. പ്രാൺ പ്രതിഷ്ഠയുടെ വാർത്ത വായിച്ച ആവേശം കൊണ്ട ക്രിസംഖികളുടെയും BJPക്കാരുടെയും നെഞ്ചിൽ തീ കോരിയിട്ട് അതാ വരുന്നു ദീപികയുടെ ഉൾപേജിൽ സെൻട്രൽ സ്പ്രെഡ്. അതങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. പ്രാൺ പ്രതിഷ്ഠയുടെ മുഖ്യ യജമാനൻ നരേന്ദ്രമോദിയുടെ ബഹുവർണ്ണ ചിത്രങ്ങൾ പ്രതീക്ഷിച്ച പത്രം തുറന്ന ക്രിസംഖികൾക്ക് നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടിയ മാതിരി. 2 പേജുകളിലായി അതാ രാജ്യത്തെ ക്രിസ്തുമത വിശ്വാസികൾക്കെതിരെയുള്ള സംഘപരിവാർ വേട്ടയുടെ സമഗ്ര സചിത്ര വിവരണം. കന്ധമാലിലും മണിപ്പൂരിലും പള്ളികൾ തകർത്തതിൻ്റെ ദൃശ്യങ്ങൾ. രാജ്യത്ത് ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യൻ ദേവാലയങ്ങളെയും ആക്രമിക്കുന്നതിൻ്റെ കണക്കുകളടങ്ങിയ മറ്റൊരു ലേഖനം. ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ചുട്ടുകൊന്നതിന് 25 വർഷം തികഞ്ഞ കാര്യം ദേശാഭിമാനി ഓർമ്മിപ്പിച്ചതിൻ്റെ പിറ്റേന്നാണ് ആ വിവരമടക്കം ദീപിക സെൻട്രൽ സ്പ്രെഡിൽ ഉൾക്കൊള്ളിച്ചത്. അണയാത്ത വിദ്വേഷ തീ എന്ന കുറിപ്പാണ് അതിന് ശീർഷകം.
ഏതായാലും ദീപിക വായനക്കാരിലെ BJP വിരുദ്ധരുടെ വികാരം മാനിക്കാൻ ആ പത്രം ശ്രമിച്ചതിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. പള്ളി പൊളിച്ചെടുത്ത് പണിത അമ്പലത്തിലാണ് പ്രാൺ പ്രതിഷ്ഠയെന്ന് പറയാൻ ഇന്ത്യയിലെ മാധ്യമങ്ങൾ തയ്യാറാവില്ലെന്ന് മീഡിയ ഓഡിറ്റിൻ്റെ കഴിഞ്ഞ ലക്കത്തിൽ ഞങ്ങൾ പങ്കുവച്ച ആശങ്ക ഏറെക്കുറെ സത്യമായിരിക്കുന്നു. 1992 ഡിസംബർ 6 പള്ളി പൊളിച്ച കാലത്തു നിന്ന് 2024 ജനുവരി 22 പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിലെത്തുമ്പോൾ മാധ്യമങ്ങൾ എത്ര വിദഗ്ധമായാണ് സംഘപരിവാർ 31 വർഷം മുമ്പ് രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ട് നടത്തിയ പള്ളി പൊളിക്കൽ എന്ന ചരിത്ര സംഭവം മറച്ചുവെക്കുന്നത്. അതുമാത്രമോ, പ്രാൺ പ്രതിഷ്ഠയുടെ മുഖ്യ യജമാനനായി വിരാജിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2002 ഗുജറാത്തിൽ 3000-ലധികം മുസ്ലിങ്ങളെ കൂട്ടക്കൊല നടത്തുന്നതിന് മൗനാനുവാദം നൽകിയ മുഖ്യമന്ത്രിയായിരുന്നു എന്ന ചരിത്ര വസ്തുതയെയും ഈ മാധ്യമങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുമെന്ന് കരുതുന്നുണ്ടോ? സംഘപരിവാർ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ എല്ലാ പിന്നോക്കാവസ്ഥയ്ക്കും കാരണമായി പറയുന്ന മുഗൾ ചക്രവർത്തിമാരുണ്ടല്ലോ, അവരുടെ ഭരണകാലത്ത് അവരുടെ മേൽനോട്ടത്തിലാണ് വേദേതിഹാസങ്ങളും പുരാണങ്ങളും പേർഷ്യനിലേക്കും മറ്റും മൊഴിമാറ്റിയത് എന്ന ചരിത്ര വസ്തുത ഏതെങ്കിലും മാധ്യമങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ? സംഘപരിവാറിനൊപ്പം ചേർന്ന് ഇന്ത്യയിലെ മതേതര മൂല്യങ്ങളും ന്യൂനപക്ഷ അവകാശങ്ങളും കുഴിച്ചു മൂടുന്നതിനും ചരിത്ര വസ്തുതകൾ മറച്ചുവെക്കുന്നതിനും കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ. ഗോദി മീഡിയ എന്ന പ്രയോഗം ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് എത്രത്തോളം ചേരുമെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ കാണാം. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് പോകുന്ന മാധ്യമപ്രവർത്തകർക്ക് കയറിയ ബസ്സിൽ നിന്ന് ദേശാഭിമാനിയുടെ ഫോട്ടോഗ്രാഫർ PV സുജിത്ത് എടുത്ത വീഡിയോയാണിത്. ക്ഷേത്ര കവാടത്തിന് അടുത്തെത്തുമ്പോൾ ആവേശപൂർവ്വം ജയ് ശ്രീറാം എന്നലറുന്ന മാധ്യമപ്രവർത്തകരാണ് ഈ ദൃശ്യങ്ങളിൽ. 1992 ഡിസംബറിൽ നിന്ന് 2024 ജനുവരിയിലേക്ക് എത്തുമ്പോൾ മാധ്യമങ്ങൾക്ക് വന്ന മാറ്റം എങ്ങനെയാണ് എന്ന് നോക്കുന്നത് നന്നായിരിക്കും. 92 സംഘപരിവാറിനെതിരെ ചെറുതെങ്കിലും ശ്രദ്ധേയമായ ചെറുത്തുനിൽപ്പ് ഉയർത്തിയിരുന്നു പല പത്രങ്ങളും. ദ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, മലയാള മനോരമ, മാതൃഭൂമി എന്നിവയടക്കമുള്ള അന്നത്തെ പത്രങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കാം. 1992 ഡിസംബർ 17 മലയാള മനോരമ പറയുന്നു: അയോധ്യയിലെ കളങ്കം മായ്ക്കണം, നാശനഷ്ടങ്ങൾ സംഭവിച്ച ബാബരി മസ്ജിദ് പുനരുദ്ധരിക്കണം. 92 ഡിസംബർ 8 മാതൃഭൂമി പറയുന്നു: ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റും മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ജനതയും മുൻകൈയെടുത്ത് ബാബരി മസ്ജിദ് പൂർവാധികം ഭംഗിയായി പുതുക്കി പണിയണം. 92 ഡിസംബർ 7 ദ ഹിന്ദു പറയുന്നു: ന്യൂനപക്ഷങ്ങളോടുള്ള ബഹുമാനം എന്ന നിലയിലും ബാബരി മസ്ജിദിൻ്റെ പുനർനിർമ്മാണം നടത്തുകയാണ് ആദ്യം വേണ്ടത്. 92 ഡിസംബർ 7 ഇന്ത്യൻ എക്സ്പ്രസ് ഇങ്ങനെ പറയുന്നു: അയോധ്യയിലെ മന്ദിരത്തിനേറ്റ കേടുപാടുകൾ തീർക്കണം, കൂട്ടായ പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് അത് വീണ്ടും രാഷ്ട്രത്തിന് സമർപ്പിക്കണം. അന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് പള്ളി പൊളിക്കലിനെ വിശേഷിപ്പിച്ചത് നാഷണൽ ഷെയിം എന്നാണ്. ദ ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞത് എ നാഷൻ ബിട്രേഡ് എന്ന്, അതായത് ഈ രാജ്യം വഞ്ചിക്കപ്പെട്ടു എന്ന്. ഈ ഒരവസ്ഥയിൽ നിന്ന് നമ്മുടെ മാധ്യമങ്ങൾ 2024 എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രാൺ പ്രതിഷ്ഠയുടെ നാളുകളിൽ മനോരമ നൽകിയ മുഖപ്രസംഗം ഇങ്ങനെയാണ്: അയോധ്യയുടെ പാഠങ്ങൾ എന്ന മുഖപ്രസംഗത്തിൽ ലക്ഷ്യവും മാർഗവുമാകാൻ ഗാന്ധിജിയുടെ രാമരാജ്യം എന്ന ഒരു ചെറിയ തലക്കെട്ട് കൂടിയുണ്ട്. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് കോടിക്കണക്കിന് വിശ്വാസികൾ. ഒപ്പം എത്രയോ വിശ്വാസധാരകൾ ഒരുമിച്ച് ചേർന്നുണ്ടായ ഈ മണ്ണിൻ്റെ സഹവർത്തിത്വ സംസ്കാരത്തിൽ പുതിയ അധ്യായം എഴുതി ചേർക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൽ എന്താണെന്ന് നോക്കാം. സരയു ശാന്തമായി ഒഴുകട്ടെ, ഒപ്പം മനസ്സുകളും രാജ്യവും. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചൈതന്യമാകുന്ന പ്രാണനെ സന്നിവേശിപ്പിക്കുന്ന പ്രാണപ്രതിഷ്ഠ നടന്നു കഴിഞ്ഞു. ചടങ്ങിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെയാണ് മുഖ്യ കാർമ്മികനായത്. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാൽ സമൃദ്ധമായ വാസ്തുവിദ്യാ വിസ്മയമാണ് ക്ഷേത്രം. അതിൻ്റെ ഗർഭഗൃഹത്തിൽ ബാലനായ രാമൻ്റെ കൃഷ്ണശിലാ വിഗ്രഹം വിശ്വാസികളെ ആകർഷിക്കും. വളരെ മനോഹരമായ വാക്കുകളിലാണ് ഈ കാര്യങ്ങൾ ഈ മലയാള മനോരമയും മാതൃഭൂമിയും പറയുന്നത്. 31 വർഷം കൊണ്ട് മാധ്യമങ്ങൾ പൂർണ്ണമായും സംഘപരിവാറിന് അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? പള്ളി പൊളിച്ച നാളിൽ ധീരമായി ചങ്കൂറ്റത്തോടെ നിലപാട് പറഞ്ഞ ദേശാഭിമാനി അതേ തീവ്രതയോടെ ഇന്നും തങ്ങളുടെ നിലപാട് തുറന്നു പറയുന്നു. മുട്ടിൽ ഇഴയാനല്ല, ചെറുത്ത് നിൽക്കാൻ തന്നെയാണ് അന്നും ഇന്നും ദേശാഭിമാനി തയ്യാറാവുന്നത്. പള്ളി പൊളിച്ച വഞ്ചനയുടെ ചരിത്രം എല്ലാവരും മറച്ചുവെച്ചപ്പോൾ ജനുവരി 23 പത്രത്തിൽ വോട്ട് പ്രതിഷ്ഠ എന്ന ശീർഷകമുള്ള പ്രധാന വാർത്തയോടൊപ്പം ബാബരി മസ്ജിദിൻ്റെ താഴികക്കുടങ്ങളുടെ ചോര കിനിയുന്ന ചിത്രം ദേശാഭിമാനിക്ക് കൊടുക്കാൻ സാധിച്ചത് ആ പത്രത്തെ നയിക്കുന്ന ചരിത്രബോധം കൊണ്ടാണ്. CPIMൻ്റെ ആർജവമുള്ള നിലപാട് കൊണ്ടാണ്. ചരിത്രം ഓർമ്മിപ്പിക്കാൻ ദേശാഭിമാനിക്ക് സാധിക്കുന്നതും അതുകൊണ്ടാണ്. ഏകാധിപതികൾക്ക് ഭയമാണ് ചരിത്രത്തെ.
ചരിത്രം അടിച്ചമർത്തപ്പെട്ടവൻ്റെ ആയുധമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ചരിത്രത്തെ ഭയക്കുന്നത്. ചരിത്രത്തെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പോലും തമസ്കരിക്കുന്നത് അതുകൊണ്ടാണ്. ചരിത്രത്തെ വളച്ചൊടിച്ച് തങ്ങൾക്ക് അനുകൂലമായി മാറ്റുന്നതും അതുകൊണ്ടാണ്. വിഖ്യാതനായ ജർമ്മൻ തത്വചിന്തകൻ വാൾട്ടർ ബെഞ്ചമിൻ പറഞ്ഞത്, ആപത്തിൻ്റെ നിമിഷത്തിൽ ഒരു സമൂഹം കയ്യെത്തിപ്പിടിക്കുന്നതാണ് ചരിത്രമെന്നാണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അത്രയേറെ പ്രസക്തമാണ് വാൾട്ടർ ബെഞ്ചമിൻ്റെ ഈ വാക്കുകൾ. ഈ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ വേണം ദേശാഭിമാനിയുടെയും മുഖ്യധാര പത്രങ്ങളുടെയും നിലപാടുകളെ താരതമ്യം ചെയ്യാൻ. അഴിമതിമുക്ത കേരളം സ്വപ്നം കാണുകയും ആ സ്വപ്ന സഞ്ചാരത്തിനിടെ മന്ത്രിയാകുന്നതും മുഖ്യമന്ത്രി വരെയാകുന്നതുമൊക്കെ കണ്ട് ഞെട്ടിയുണരുന്നത് ഒരു ശീലമായിരിക്കുന്നു മാത്യു കുഴൽനാടൻ MLA-ക്ക്. സ്വപ്നലോകത്തെ ഈ ബാലഭാസ്കരൻ അഴിമതിക്കെതിരെയുള്ള കുരിശുയുദ്ധത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫാണ് പോലും. മാധ്യമങ്ങളുടെ ഇഷ്ടത്തോഴൻ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നിരന്തരം കള്ളം പറയുന്നതാണ് ശീലം. മാധ്യമങ്ങൾ ഓഫ്ലൈൻ ഓൺലൈൻ ഭേദമില്ലാതെ ആ കള്ളങ്ങൾ ഉച്ചത്തിലേറ്റുപാടും. കുഴൽനാടൻ്റെ കള്ളങ്ങൾ മാത്രമല്ല, കുഴൽനാടൻ്റെ JNU കാലത്തെ പ്രണയം, ട്രെൻഡിങ് ഹെയർ സ്റ്റൈൽ എല്ലാം മാധ്യമങ്ങൾക്ക് ഇഷ്ട വിഷയമാണ്. പക്ഷേ ഈയിടെയായി ആ സുപ്രീം കോടതി വക്കീലിന് അടിക്കടി കഷ്ടകാലമാണ്. കോൺഗ്രസിന് വേണ്ടി വാദിച്ച കേസുകളെല്ലാം 8 നിലയിൽ പൊട്ടിയതുകൊണ്ടല്ല, കോടതി പറയുന്ന പള്ളു കേട്ട് എതിർകക്ഷികളുടെ അരുമയായി മാറിയതുകൊണ്ടുമല്ല. അഴിമതിക്കെതിരെ നടത്തുന്ന യുദ്ധത്തിനിടെ കാൽ വഴുതി സ്വന്തം അഴിമതിക്കുളത്തിൽ വീണ് കൈകാലിട്ടടിക്കുകയാണ് സുപ്രീം കോടതി വക്കീൽ. മാധ്യമങ്ങൾക്ക് ഒരു ലൈഫ് ജാക്കറ്റ് എറിഞ്ഞു കൊടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ചളിവെള്ളം കുടിച്ച് പള്ള നിറയ്ക്കുന്ന അവസ്ഥ. കഴിഞ്ഞ ദിവസം ഇയാൾ വെട്ടിപ്പിടിച്ച 1/2 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാൻ ഉത്തരവിട്ട വാർത്ത കണ്ണിൽ ചോരയില്ലാത്ത വിധം മലയാള മനോരമക്കാർ 1-ാം പേജിൽ വെച്ച് കാച്ചി. 5-ാം പുറത്തിലെ 1-ാം പേജ് ആണെന്നൊക്കെ വേണമെങ്കിൽ ന്യായം പറയാം. പക്ഷേ ഈ ചതി കുഴൽനാടൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഡാമേജ് മാറ്റാനാണെന്ന് തോന്നുന്നു ഉൾപേജിൽ അഴിമതി വിരുദ്ധ പോരാളിയുമായി ഒരു അഭിമുഖമുണ്ട്. ഭൂമി വെട്ടിപ്പിടിച്ചത് മൂപ്പര് അറിഞ്ഞില്ല പോലും. മൂന്നാറിനടുത്ത് ചിന്നക്കനാലിലെ കുഴൽനാടൻ്റെ ഭൂമിയിലേക്ക് നുഴഞ്ഞു കയറി വന്ന് അവിടെ സ്ഥാനം പിടിച്ച് കുഴൽനാടനെ അപകീർത്തിപ്പെടുത്തിയ 50 സെൻറ്റ് മിച്ചഭൂമിക്കെതിരെ ഇനി വക്കീൽ വാർത്താസമ്മേളനം നടത്തിയാലും അത് കൊടുക്കാനും ഈ പത്രക്കാർ റെഡിയാവും. മനോരമ ചതിച്ചെങ്കിലും മാതൃഭൂമി തങ്ങളുടെ പ്രിയ താരത്തെ കാത്തു. ഉൾപേജിൽ ആരും കാണാതെ ആ വാർത്ത അങ്ങ് ഒതുക്കിയിട്ടുണ്ട്. ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് അജ്ഞനായിരിക്കുന്നത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതല്ല എന്ന് നിയമജ്ഞർക്കെന്നല്ല സാധാരണക്കാർക്ക് പോലും അറിവുള്ള കാര്യമാണ്. എന്നിട്ടും മിച്ചഭൂമി തൻ്റെ ഭൂമിയിൽ എങ്ങനെ വന്നുപെട്ടു എന്ന് അതിശയിക്കുന്ന കുഴൽനാടൻ്റെ നിഷ്കളങ്കതയോടാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് പ്രിയം. സമരമോ പ്രതിഷേധമോ എന്തുമാവട്ടെ, പിണറായി സർക്കാരിനെതിരെയാണെങ്കിൽ ആഘോഷമാക്കണമെന്ന നയത്തിൽ വിട്ടുവീഴ്ചയില്ല മുഖ്യധാര മാധ്യമങ്ങൾക്ക്. അതിന് ഏതെങ്കിലും വിഷയമുള്ളതോ ഇല്ലാത്തതോ ആവട്ടെ. ഇത് ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിലെ 1-ാം പേജിലെ ചിത്രം. SSLC മോഡൽ പരീക്ഷയ്ക്ക് ഫീസ് ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ KSU ജില്ലാ കമ്മിറ്റി DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് CH റിസ്വാനെ പോലീസ് പൊക്കിയെടുത്തു കൊണ്ടുപോകുന്നു എന്നാണ് ക്യാപ്ഷൻ. മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ അച്ചടിക്കുന്നതിനായി വിദ്യാർത്ഥികളിൽ നിന്ന് 10 രൂപ ഫീസ് ഈടാക്കാൻ നിർദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വൈറൽ സർക്കുലർ ഉയർത്തിപ്പിടിച്ചാണ് സമരം. ആദ്യമായാണ് വിദ്യാർത്ഥികളിൽ നിന്ന് പണം ഈടാക്കുന്നത് പോലും. മുൻ വിദ്യാഭ്യാസ മന്ത്രിയും ലീഗ് നേതാവുമായ PK അബ്ദുറബ്ബ് ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്യാഭ്യാസ വകുപ്പിനെ പരിഹസിച്ച് രംഗത്തെത്തുകയും ചെയ്തു. സർക്കുലർ വൈറലായതോടെ വസ്തുത പുറത്തു വന്നു. സർക്കുലർ പുതിയതല്ലെന്നും വർഷങ്ങളായി മോഡൽ പരീക്ഷയ്ക്ക് ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. അബ്ദുറബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ച 2014 മുതൽ ഈ സർക്കുലർ പ്രാബല്യത്തിലുണ്ടത്രേ. അപ്പോൾ ഈ സർക്കുലറിൻ്റെ ബാപ്പ പടച്ച റബ്ബല്ല, അബ്ദുറബ്ബാണ് പോലും. ആ സർക്കുലർ V ശിവൻകുട്ടി പുറത്തുവിടുകയും ചെയ്തു. അപ്പോൾ സമരത്തിനെന്ത് പ്രസക്തി? KSU കുട്ടികൾ അരയണയുടെ വിവരമില്ലാതെ പലതും ചെയ്യും, കൂട്ടത്തിൽ സമരവും ചെയ്യും. അതൊക്കെ പടമാക്കാൻ ഓടി നടക്കുന്ന മാതൃഭൂമി ഫോട്ടോഗ്രാഫറെയും അത് 1-ാം പേജിലേക്ക് സെലക്ട് ചെയ്ത എഡിറ്റോറിയൽ ബോർഡിലെ സിംഗങ്ങളെയും എന്ത് ചെയ്യണം? എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. മീഡിയ ഓഡിറ്റ് ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്തയാഴ്ച കാണാം. ബൈ.